മുതിർന്ന കോൺഗ്രസ് നേതാവ് മൊഹ്സിന കിദ്വായി അന്തരിച്ചു. നോയിഡയിലെ വസതിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണുപ്രസാദ്, വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കും. മോഹ്സിന കിദ്വായിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഉത്തർപ്രദേശിലെ മാത്രമല്ല രാജ്യത്ത് തന്നെയുള്ള മുതിർന്ന നേതാക്കളിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള നേതാവ് തന്നെയാണ് മോഹ്സിന കിദ്വായി. 1960 തന്റെ 28ാം വയസ്സിൽ ഉത്തർപ്രദേശ് നിയമസഭയിലേക്ക് മത്സരിച്ചുകൊണ്ടാണ് മോഹ്സിന കിദ്വായി തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. തുടർന്ന് 1977 വരെ ഉത്തർപ്രദേശ് നിയമസഭാ അംഗമായിരുന്നു. ആ കാലഘട്ടത്തിനിടയിൽ തന്നെ അവർ പല വകുപ്പുകളും ആ മന്ത്രിസഭയിൽ, ഉത്തർപ്രദേശ് സംസ്ഥാന മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 1978 കോൺഗ്രസ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പരാജയം നേരിട്ടപ്പോൾ, 6ാം ലോക്സഭയിൽ വലിയ പരാജയം നേരിട്ടപ്പോൾ അസിംഗഡിൽ നിന്ന് MP ആയിക്കൊണ്ടായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മോഹ്സിന കിദ്വായിയുടെ രംഗപ്രവേശം എന്ന് പറയുന്നത്. ഇതിനു മുൻപ് തന്നെ കോൺഗ്രസിന്റെ ഉത്തർപ്രദേശ് സംസ്ഥാന അധ്യക്ഷയായി ഉൾപ്പെടെ അവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിനും വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം കേരളത്തിന്റെ ചുമതലയുള്ള ഉത്തരവാദിത്തമുള്ള AICC അംഗമായിരുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്കും വലിയ പരിചയമുണ്ടായിരുന്നു, മലയാളികൾക്കും, അല്ലേ വിഷ്ണു? തീർച്ചയായും കേരളം, ഹിമാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു മോഹ്സിന കിദ്വായി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി അവർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. 94ാം വയസ്സിൽ ഇന്ന് നോയിഡയിലെ വസതിയിൽ വെച്ച് രാവിലെ 4 മണിക്കാണ് അവർ വിട പറയുന്നത്. വിട പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുഗാന്ത്യം എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. കാരണം ഒരു ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഏകദേശം 20ഓളം മുസ്ലിം വനിതകൾ മാത്രമാണ് MP-മാരായി എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ തന്നെ ഒരു മുസ്ലിം വനിത കേന്ദ്ര മന്ത്രിസഭാ അംഗം, ക്യാബിനറ്റ് മന്ത്രി പദവിയിലേക്ക് എത്തുന്നത് ഉൾപ്പെടെയുള്ളത് മോഹ്സിന കിദ്വായിയുടെ പേരുകൾ തന്നെയാണ് ചരിത്രം ഓർത്തുവെക്കുന്നത്. ഇന്ദിരാഗാന്ധി 1978 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും അതോടൊപ്പം തന്നെ മോഹ്സിന കിദ്വായും എല്ലാം വിജയിച്ചു. അതിനുശേഷം നടന്ന ഇന്ദിരാഗാന്ധി സർക്കാരിൽ മോഹ്സിന കിദ്വായി മന്ത്രിയായി. ശേഷം രാജീവ് ഗാന്ധിയുടെ കാലത്തും മന്ത്രിയായി. അങ്ങനെ കോൺഗ്രസിന്റെ സംഘടനാപരമായ വളർച്ചയ്ക്കും അതോടൊപ്പം തന്നെ പാർലമെന്റ് രംഗത്തും മോഹ്സിന കിദ്വായി ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു ഭാഗമായിരുന്നു. കൂടാതെ CWC അംഗം, അതോടൊപ്പം തന്നെ ഹജ്ജ് കമ്മിറ്റി അധ്യക്ഷ തുടങ്ങിയ പദവികളിലെല്ലാം അവർ വഹിച്ചിട്ടുണ്ട്. തുടർന്ന് 2004 രാജ്യസഭയിലേക്ക് അവരെ നോമിനേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. 2004 2010 അവർ രാജ്യസഭാ അംഗമായി. അങ്ങനെ 2016 കൂടി അവർ ഈ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വാർദ്ധക്യ